ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ട വിവാഹ സമർപ്പിതരെ മാതാപിതാക്കളെ ഏറ്റവും വാത്സല്യമുള്ള കുടുംബങ്ങളെ, നമ്മുടെ ഇടവകയിലെ വിശുദ്ധിയോട് ബന്ധപ്പെട്ട് നാം എല്ലാവരും ഈ പരിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള കർമ്മങ്ങളിലുമെല്ലാം പങ്കെടുക്കുവാനായിട്ട് പ്രഭാതത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നെത്തിയിരിക്കുകയാണല്ലോ. ആരാധന ക്രമത്തിലെ മംഗളവാർത്ത കാലത്താണ് നമ്മൾ മംഗളവാർത്തയുടെ ആ കാലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള സന്ദേശം തിരുവചനങ്ങളിലൂടെ ഓരോ ഞായറാഴ്ചയും ജയിച്ച് പഴയ നിയമത്തിലും ഈ ദിവസങ്ങളിലെല്ലാം പുതിയ നിയമത്തിലുമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങളെല്ലാം 1, 2, 4 വായനകൾ വന്ധ്യ പ്രസവിക്കുന്നതിനെ കുറിച്ചാണ്. അത്ഭുതകരമായ ദൈവിക കാരുണ്യം ലഭിക്കുമ്പോഴാണ് വാർദ്ധക്യത്തിലും വന്ധ്യതയിലും എത്തി നിൽക്കുന്നവർക്ക് കുട്ടികൾ ജനിക്കുന്നത് എന്ന് ഏത് മനുഷ്യനും അറിയാം. മംഗളകരമായ കാര്യങ്ങളായിട്ട് വന്ധ്യകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീണ് അവസാനം കന്യകയിൽ നിന്ന് ഈശോ ജനിക്കുന്ന ആ ഒരു വലിയ ലൈൻ, വലിയൊരു ലീനിയേജാണ്. സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം അവിടെ കൊണ്ടുവരികയാണ്. യഹൂദ ജനത തന്നെ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആദ്യത്തെ വായന അബ്രാഹത്തിനും സാറായ്ക്കും, സാറ വന്ധ്യയായിരുന്നപ്പോൾ അവർക്ക് ജനിച്ച ആ കുഞ്ഞിൽ നിന്നാണ് യഹൂദ വംശം ആരംഭിക്കുന്നത്. പിന്നീട് ആ യഹൂദ വംശം ഒരു തരത്തിൽ പറഞ്ഞാൽ വന്ന് അവസാനിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലെ സംഭവത്തിലൂടെയാണ്. സക്കറിയായിക്കും എലിസബത്തിനും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. സക്കറിയായിൽ നിന്നും എലിസബത്തിൽ നിന്നും പിറന്ന യോഹന്നാൻ മാംദാനായുടെ ഓർമ്മയാണ് ഇന്ന് ഈ ഞായറാഴ്ച മംഗളവാർത്തയിലെ സൂറോമലബാർ സഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. യോഹന്നാന് അപ്പന്റെ വഴിയും അമ്മയുടെ വഴിയും, അതായത് പിതൃ മാതൃ വഴികൾ നമ്മൾ പരിശോധിച്ചാൽ പൗരോഹിത്യ വഴികളുടെ 2 വലിയ ആചാര്യന്മാരായിരുന്നു അവര്, സക്കറിയായും എലീശായും. അങ്ങനെ പൗരോഹിത്യ പാരമ്പര്യം നിറഞ്ഞ് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ യോഹന്നാൻ ജനിക്കുന്നത്. അത്ഭുതകരമായ ഒരു ജനനമായിരുന്നു യോഹന്നാൻ്റേത് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചുമുള്ള ഏതാനും കുഞ്ഞ് കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ ഒരു ഭാഗ്യം ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായത് അവർ പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. സക്കറിയ എന്ന അച്ഛൻ യഹൂദ സിനഗോഗിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ മധുബഹായിൽ കയറി ധൂപക്കുറ്റി കയ്യിലെടുത്ത് ദൈവവിചാരത്തോടുകൂടി നിൽക്കുമ്പോഴാണ്, ദേവാലയത്തിലായിരിക്കുമ്പോഴാണ്, മധുബഹായിലായിരിക്കുമ്പോഴാണ്, ദേവാലയത്തിൻ്റെ വലതുവശത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ദൈവസ്വരം അദ്ദേഹം കേട്ടത്. നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ആ വലിയ മനുഷ്യന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എനിക്കൊരു കുഞ്ഞ് ജനിക്കണം എന്ന് മാത്രമായിരുന്നു. അത് അസാധ്യമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലും ഒരുപക്ഷെ സക്കറിയ പ്രാർത്ഥിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ദൈവദൂതൻ പറഞ്ഞത്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഹ്ലാദത്തിൽ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുകയും അങ്ങനെ നീണ്ട 9 മാസങ്ങൾ അദ്ദേഹം കേൾക്കാനും സംസാരിക്കാനും പറ്റുകയില്ലാണ്ട് ജീവിക്കുകയും ചെയ്തുള്ളൂ. ഇന്ന് യോഹന്നാന്റെ പിറവി തിരുസഭ ഉണ്ടാകുമ്പോൾ
നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന തിരുവചനം. ഈ കുട്ടി ജനിക്കുന്ന അവസരത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല അവരുടെ അയൽക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാം വലിയ സന്തോഷമാണ്. അത് നമ്മളുടെ ഒരു പാരമ്പര്യമാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവവിചാരത്തോടുകൂടി ദീർഘനാൾ കാത്തിരുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥയും അത് തന്നെയാണ്. അത് മാതാപിതാക്കൾക്ക് മാത്രമല്ല അയൽക്കാർക്ക് ബന്ധുക്കൾക്ക് വീട്ടുകാർക്ക് പരിചയക്കാർക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്ത് പരിരക്ഷിച്ചു കൊണ്ടുപോരുന്ന ഒരു കുടുംബ ആഹ്ലാദത്തിന്റെ ഇന്ന് നമുക്ക് കുറെയെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള സൂചനയാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ മാമോദീസ, കല്യാണം, മറ്റ് കർമ്മങ്ങൾ ഒക്കെ വരുമ്പോൾ എല്ലാം വീട് കേന്ദ്രീകരമാക്കി നമ്മുടെ ആ തറവാട്ടിൽ വെച്ച് ആഘോഷിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക പദ്ധതിയുള്ള വീടുകളിൽ നല്ല നീണ്ട തിണ്ണ ഒക്കെ പണിതിട്ടിരുന്നത് ഈ കല്യാണവും ചാത്തവും നടത്താൻ വേണ്ടിയാണ്. അന്ന് മേശകസേരങ്ങളൊന്നുമില്ല, തിണ്ണയിലിരുത്തി ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ നീളത്തിലുള്ള തിണ്ണ അതൊരു പാരമ്പര്യത്തിന്റെ അവശിഷ്ടമാണ്. ഈ തിണ്ണയിൽ വെച്ചാണ് വീട്ടുകാർക്കും അയൽപക്കക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാം വലിയ വിരുന്ന് കൊടുക്കുന്നത്. അതൊരു ആഘോഷത്തിന്റെ, ഒന്നിപ്പിന്റെ, സന്തോഷത്തിന്റെ അടയാളമാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്നെല്ലാം പറിച്ചെടുത്ത് മറ്റു പല വേദികളിലൊക്കെ കൊണ്ടുവരുന്നത് കാരണം ആ കുടുംബ ആഹ്ലാദം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞ് ജനിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റ് ആഘോഷങ്ങൾ വെക്കുമ്പോഴും ഒക്കെ അതിപ്പോൾ ചുരുക്കം ചില കുടുംബങ്ങളിൽ മാത്രമുള്ള മാതാപിതാക്കളുടെ ആണ്ട് അനുസ്മരണം മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ഞാനിത് പറയുന്നത് ഒരു കുഞ്ഞിനോട് ബന്ധപ്പെട്ട് വീട്ടിലുണ്ടാകുന്ന ആഹ്ലാദങ്ങൾ, ആഘോഷങ്ങൾ, ഒരുമിപ്പ് അതെല്ലാം ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് അതെല്ലാം സാധിക്കണം. ഈ യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള വിവരണത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന രണ്ട് വലിയ കാര്യങ്ങൾ. ഒന്ന്, ഇവൻ വലിയവനായിരിക്കും, കാരണം അവൻ കള്ളുകുടിക്കുകയില്ല. അതാണ് കഴിവ് പറഞ്ഞിരിക്കുന്നത്. കള്ളു കുടിച്ച് നടക്കുന്ന ആരെയെങ്കിലും വലിയവനെന്ന് നമ്മൾ വിളിക്കാറില്ല. അവൻ വലിയവനായിരിക്കും, കാരണം അവൻ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുകയില്ല. ഒരു അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് അവിടെ കിടക്കുന്നത്. ഇന്ന് നമുക്ക് ആ ഒരു ചൈതന്യമൊക്കെ എത്രയോ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ കൂട്ടുകാരെ ഒന്നിച്ചു കൂടുമ്പോഴും പൊതുവേദികളിലും എല്ലാം ഈ മദ്യപാനം എന്ന ദുരന്തം ഊറ്റിപ്പെട്ടി വളർന്ന് വലുതായി നമ്മുടെ കുടുംബങ്ങളെ എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വാർദ്ധക്യത്തിൽ ഒരാൺകുട്ടി ജനിക്കുന്നു, ആ ജനിക്കാൻ പോകുന്ന ശിശു മദ്യപിക്കുകയില്ല എന്ന് മുൻകൂട്ടി ദൈവത്തിന്റെ മാലാഖ അറിയിക്കുകയാണ്. എന്ത് വലിയ ഒരു സന്തോഷമാണ്. ഒരപ്പനും അമ്മയ്ക്കും അതിൽ കൂടുതൽ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാനില്ല. അപ്പൊ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്ന ആ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാക്കണം, പഠനത്തിന്റെ വിഷയമാക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവൻ മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും. മാതാപിതാക്കള് അബ്രാഹവും സാറായും ഇസഹാക്കും റബേക്കായും യാക്കോബും മോശയും എല്ലാമാണ്. അവരെല്ലാം നല്ല ഹൃദയമുള്ളവരാണ്, നല്ല മനസ്സുള്ളവരാണ്. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ വന്നപ്പോൾ മദ്യപാനികളും വഷളന്മാരുമായി. യോഹന്നാൻ വന്നു നിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഈ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ, ആ മനസ്സുകളെ ഇന്നത്തെ മക്കളിലേക്ക് തിരിക്കുക ഏറ്റവും ക്ലേശകരമായ ഒരു കാര്യമാണ്. നമ്മുടെ എന്തുമാത്രം മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യമായ ഒരു ഗുണം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ ഒരു ചൈതന്യത്തെ, ആ സുവിശേഷ സന്ദേശത്തെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്ക് തിരിക്കുക എന്ന യോഹന്നാൻ മാതാനായുടെ ആ ദൗത്യമാണ് ഇന്ന് സഭയ്ക്കുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മളതിൽ പൂർണ്ണമായിട്ട് വിജയിക്കുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞിന്റെ ആ ജനനത്തില് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ സഭ അനുഭവിക്കുന്ന ഒരുപിടി ക്ലേശങ്ങള്, ദുരന്തങ്ങള് എല്ലാം മുൻകൂട്ടി കണ്ട് സംസാരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഈ യോഹന്നാൻ ജനിച്ചതിൽ
തിരുവചനം നമുക്ക് നൽകുന്ന ഒരു വലിയൊരു സന്ദേശം, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വായനകളിലെല്ലാം വന്ധിയിൽ നിന്ന് മക്കൾ ജനിക്കുന്നതാണ്, അസാധ്യമായ കാര്യമാണ്. പക്ഷേ ദൈവം ഇടപെടുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത് പഠിപ്പിക്കാനാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ അബ്രാഹത്തിന്റെ അടുത്ത് 3 അപരിചിതർ വന്ന്, പിന്നീട് നമുക്കറിയാം നമ്മുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് അത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചുള്ള, ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ്. ഞാനിത് പറഞ്ഞത് അബ്രാഹം പരിചയിച്ച 3 അപരിചിതര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരുന്നു. അബ്രാഹം പരിചയിച്ച 3 അപരിചിതര് ദൈവമായിരുന്നു, പരിശുദ്ധ ത്രിത്വമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വലിയ കൃപ പ്രായമേറി നിൽക്കുന്ന ആ ഭാര്യയ്ക്ക് കുഞ്ഞ് ജനിക്കാൻ ഇടയായത്. ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം കൊണ്ടാണ്. നമ്മളും അപരിചിതരെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്കറിയത്തില്ലാത്ത ഒരാള് വീട്ടിൽ വന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ ധർമ്മം കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവന് ഉപകാരം കൊടുത്തു, നമുക്കൊരു പരിചയവുമില്ല. അപരിചിതരെ നമ്മൾ പരിചയിക്കുമ്പോൾ ദൈവത്തിനാണ് പരിചയിക്കുന്നത്. ആ വലിയ പിതാവിന് അബ്രാഹത്തിന് കിട്ടിയ ഭാഗ്യമതായിരുന്നു. ആ പരിചരണത്തിലാണ് ആ കുഞ്ഞിന്, അവർക്ക് ആ ദമ്പതികൾക്ക് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതുപോലുള്ള ദൈവകൃപയോട് ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു സൂചന കൂടിയാണ് ആ തിരുവചനം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈ യോഹന്നാൻ എന്ന കുട്ടിയുടെ പേരിൽ ക്രമമാണ്. നമ്മുടെ മാമോദീസ പോലെ ഇന്നത്തെ അവരുടെ സമൂഹത്തിലെ പേരിൽ ക്രമം 8-ാം ദിവസം നമ്മൾ ദീർഘമായ ഒരു കാലഘട്ടം അങ്ങനെ കൊണ്ടു നടന്നിരുന്നു. കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം പള്ളിയിൽ മാമോദീസ കൊടുക്കുന്ന ആ കീഴ്വഴക്കം, അതിനോട് അനുബന്ധിച്ച് കുഞ്ഞിന്റെ പേര് നമ്മുടെ സുറമലബാർ സഭയില് ആരംഭകാലം മുതൽ കുഞ്ഞ് ജനിക്കുമ്പോൾ വല്യപ്പന്റെ വല്യമ്മയുടെ 2 ഭാഗത്തു നിന്നുമുള്ള, പിന്നീട് അപ്പന്റെ അമ്മയുടെ ആ ഒരു പേരിൽ ക്രമമാണ് കൊണ്ടുപോകുന്നത്. യഹൂദ സമുദായത്തില് ആൺകുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ അപ്പന്റെ പേരാണ് ഇടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിന് സക്രിയ എന്ന പേര് തന്നെയാണ് പറയുന്നത്. അത് നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളാണ്. നമ്മുടെ ഓർത്തഡോക്സുകാരൊക്കെ മാർത്തോമ 1-ാണ്, 2-ാണ്, 3-ാണ് എന്ന് പറഞ്ഞു പോകുന്നത് എല്ലാവരും മാർത്തോമയാണ്, എല്ലാവരും തോമാ പേരുകാരാണ്. അത് 1, 2, 3 എന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അപ്പന്റെ പേര് ഇടാൻ സാധിക്കാതെ വന്ന അവസരത്തില് അവര് സക്രിയായുടെ മക്കളെ, അപ്പന്റെ മക്കളെ എഴുത്തുപലക കൊണ്ടുവന്നു. നല്ല മെഴുകി പതിപ്പിച്ച തടിക്കഷ്ണം ഇന്ന് നമ്മൾ പുരാതന എഴുത്തിന്റെ ഒരു മാതൃകയായിട്ട് സൂക്ഷിക്കുന്നതാണല്ലോ. അങ്ങനെ പേരിനെ കുറിച്ചുള്ള തർക്കമെന്ന് ചോദിച്ചപ്പോൾ ഈ സക്രിയ അതിൽ യോഹന്നാൻ എന്ന് എഴുതി. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ആ എഴുതിയ ആ നിമിഷം അദ്ദേഹത്തിന്റെ നാവിന്റെ കെട്ടിൽ കഴിഞ്ഞു. നല്ല സംസാര ശേഷി കിട്ടി. നിങ്ങളത് വൈകിട്ട് വായിച്ചു നോക്ക്. ഇന്നത്തെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിച്ച 56 വരെയുള്ള തിരുവചനങ്ങൾ കഴിഞ്ഞ് ഈ സക്കറിയായുടെ സ്തുതിപ്പാണ് ബെനഡിക്ടൂസ് എന്ന് അറിയപ്പെടുന്ന മനോഹരമായ ഒരു സ്തുതിപ്പ്. അതിനേക്കാൾ നല്ല തിരുവചന ഭാഗം സുവിശേഷത്തിൽ ഒരിടത്തുമില്ല. സക്കറിയായുടെ കീർത്തനം, ആ ദൈവനിശ്ചയപ്രകാരം ഉള്ള തീരുമാനമെടുക്കാൻ ഈ അപ്പൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്തുതിപ്പിന്റെ തുടർച്ചയാണ് ഓരോ ഭാര്യയിലുമുള്ള പ്രശ്നങ്ങൾ. അതുവരെ നമുക്ക് സാധിക്കാതിരുന്ന കാര്യം ദൈവജനത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അതായത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുമ്പോൾ യോഹന്നാനിന് പറയാമായിരുന്നു. ആ ബോർഡിൽ അദ്ദേഹം സക്രിയ എന്നാണ് എഴുതി കൊടുത്തിരുന്നതെങ്കിൽ കാര്യം ഓർമ്മ നോക്കിയേ, അദ്ദേഹം മിണ്ടാൻ വരാത്ത പൊട്ടനായ മനുഷ്യനായിട്ട് ഇരിക്കുമായിരുന്നു. ഒരു സംശയവുമില്ല. അദ്ദേഹം സക്രിയ അങ്ങനെയാണല്ലോ, നിർബന്ധ ബുദ്ധിയോടുകൂടി അതൊക്കെ അങ്ങനെ പറയും, ഇങ്ങനെ വേണം. അദ്ദേഹം സക്രിയ എന്ന പേരാണ് എഴുതി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം പൂർണ്ണനായിട്ട് തന്നെ മരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ദൈവകൃപയോട് ചേർന്ന് ദൈവത്തെ ശ്രമിച്ച് ദൈവ കാര്യങ്ങൾ മനസ്സിലാക്കി
നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള വലിയൊരു കാര്യം കൂടിയാണ് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്ന് ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ആ സൗന്ദര്യം, ആ മുഖകാന്തി, ആ കുഞ്ഞിനെ കണ്ടവരെല്ലാം അയൽക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു, അയ്യോ ഈ കുഞ്ഞ് എന്തായിത്തീരും, അത്ര സുന്ദരനായ ആൺകുട്ടി, നല്ല മുഖം, ദൈവത്തിന്റെ പ്രഭ, കരുത്തുള്ള ഒരു ആകാരഭംഗി. ഇനി ഈശോയിൽ പറഞ്ഞു, ലോകത്തിലൊരു ഒറ്റ സ്ത്രീക്കും ഇതുപോലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് കാത്തുകാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദേവാലയത്തോട് ബന്ധപ്പെട്ട് ആ വിശ്വാസത്തിന്റെ നിറവിൽ കുട്ടികൾക്ക് നമ്മൾ ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണുന്നവരൊക്കെ പറയും, ഈ കുട്ടി ഒന്നാന്തരം ആൺകുട്ടിയാണ്, ഒന്നാന്തരം പെൺകുട്ടിയാണ്, ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്നത് പോലെയാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു കാന്തിയാണ്. ആ കുടുംബജീവിതത്തില് കുട്ടികൾക്ക് ജന്മം കൊടുക്കേണ്ട ആ അപാരമായ സാധ്യതകളിലേക്കാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നല്ല കുട്ടി ഉണ്ടാകുമ്പോൾ അയൽക്കാരും കൂടി ഓടി വന്ന് ആ മാതാപിതാക്കളെ അഭിനന്ദിക്കുകയും ഈ കുഞ്ഞിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സാധ്യതകളെ കുറിച്ചുമുള്ള വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നല്ല മക്കളുണ്ടാകുമ്പോഴാണ് അഭിനന്ദി വാദപ്പെടുന്നത്. ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ തിരുവചനത്തിന്റെ അർത്ഥം അതാണ്. നല്ലൊരു കുഞ്ഞ് ജനിച്ചു എന്ന് കണ്ടപ്പം അപ്പൻ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സംസാരിക്കാം, അഭിമാനിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ, അതാണ് നല്ല കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കള് സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഇന്നത്തെ ഈ തിരുവചന ഭാഗം യോഹന്നാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് സഭ നിർവഹിക്കുന്ന ആ കാര്യത്തിൽ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രായോഗിക അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ആ തിരുവചനത്തെ കുട്ടി എടുക്കുന്നതിനും ഇതെല്ലാം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൂടുതൽ വായിച്ച് പഠിച്ച് കുട്ടികളെ ആ തിരുവചനങ്ങൾ കേൾപ്പിക്കുന്നതിനുമെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള വിസീറ്റ നടക്കുന്ന ദിവസമാണിത്. ഇന്നലെ മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. പ്രധാന വീടുകൾ സന്ദർശിച്ച് നമ്മൾ പലരെയും കണ്ടു. പ്രതിനിധി യോഗക്കാരുമായിട്ട് 1 മണിക്കൂർ വൈകിട്ട് സംസാരിച്ചു. ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലി ഉത്താരം കഴിച്ചു. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസം അറിയിക്കാനും ഈ ഇടവകയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ ഭവന വ്യാഴ്ചന് ഇവിടെ വന്ന് നമ്മളുടെ പള്ളി രജിസ്റ്ററുകൾ, പള്ളിയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി വളരെ മണിക്കൂറുകളെടുത്ത് പഠിച്ചതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടാണ് അച്ഛനോട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വ്യാഴ്ചനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും വലിയ മതിപ്പ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിച്ച് എഴുതിയ ഒരു റിപ്പോർട്ടാണ്. അതും നമുക്കൊരു അസറ്റാണ്. വ്യാഴ്ചനെ കൊറോണ വ്യാഴ്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹം തന്മാത്രമായൊരു പഠനം ഈ വിസിറ്റിയോട് ബന്ധപ്പെടുത്തി നടത്തി എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ, ശ്വാസ പരിശീലനം 200 കുട്ടികളുണ്ട് എന്ന് ഇന്നലെ വടകര സാർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഇത്രയും കുട്ടികൾ നമുക്കിവിടെ ഉള്ളത് വലിയൊരു അസറ്റാണ്, ഏറ്റവും വലിയ വിഭവശേഷിയാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ ഈ ഇടവകയുടെ ഏറ്റവും വലിയ സമ്പത്തതാണ്. അതുപോലെ മറ്റ് സംഘടനകളുമെല്ലാം ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആക്റ്റീവായിട്ടില്ലാത്ത ചില കാര്യങ്ങൾ KCC, മധ്യവർജന സംഘടന, പിതൃവേദി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ ദളിത് ക്രൈസ്തവരുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു സംഘടന ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെയും സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് അത് വേണമെന്നതിൽ യോഗത്തിൽ പ്രത്യേകമായിട്ട് എല്ലാവരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇവിടെ നല്ല ഈ നാളുകളിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി നല്ല പള്ളിമുറി വന്നു. പള്ളിയിൽ നല്ല സൗന്ദര്യമുള്ള രീതിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പള്ളി പരിസരങ്ങൾ. അതുപോലെ ഈ നാടുകളിൽ കുറേയേറെ പണികളും ആ പണികളിലൂടെ നല്ല ഒരു കുടുംബാന്തരീക്ഷവും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ ഈ വിസിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ മുതലെല്ലാം ഇവിടെ ധാരാളം ആളുകൾ വരികയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല ഒരു ജപാലന ശുശ്രൂഷ
നടക്കുന്നുണ്ട് എന്ന് വിയാരിസിനെ ഞാൻ പ്രിയമായിട്ട് ഓർക്കുന്നു. ഞങ്ങൾ അയൽ ഇടവകക്കാരാണ്. നല്ല ഒരു തറവാട്ടിൽ പിറന്ന അച്ഛനാണ്. നല്ല പഠിപ്പും പ്രാർത്ഥനയും ദൈവവിചാരവും യുവതിയോടുള്ള ബന്ധവും ഒക്കെ മനസ്സിലെല്ലാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ യുവതിയിലെ സമർത്ഥനായ ഒരച്ഛനാണ്. അച്ഛൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ആത്മീയവും ഭൗതികവുമായ രംഗങ്ങളിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് ഇവിടെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ. അതുപോലെ നിങ്ങൾ രൂപതയുടെ ആവശ്യങ്ങൾ വന്ന അവസരത്തിലെല്ലാം നമ്മൾ ഈ നാടുകളിൽ കുറേയേറെ പൊതുപ്രവർത്തനങ്ങൾ രൂപതയ്ക്ക് നടത്തേണ്ടി വന്നു. ആ അവസരങ്ങളിലെല്ലാം ഈ ഇടവകയിൽ നിന്ന് വളരെ ആത്മാർത്ഥമായ സംഭാവനയും പ്രാർത്ഥനയും ജനപങ്കാളിത്തവും എല്ലാം നൽകി. അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇടവകയിലെ കാര്യം പലപ്പോഴും ഞാൻ ഭൂരിയായി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും ചേട്ടനോട് നിന്ന് ഒരു വിഷമവും ഇല്ലാണ്ട് നല്ല ഒരു പങ്കാളിത്തം എപ്പോഴും രൂപതയോടുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളം എന്നതാണ്. അതുപോലെ തന്നെ രൂപതയുടെ പൊതു സമ്മേളനങ്ങളിലൊക്കെ ഇവിടുത്തെ പ്രഗത്ഭരായ അനേകം ആളുകൾ വന്ന് പങ്കെടുക്കുന്നതിനെല്ലാം വികാരി നടത്തുന്ന പ്രോത്സാഹനവും പരിചരണവും ഒക്കെ വിലപ്പെട്ടതാണ്. ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം സമർത്ഥമായിട്ടുണ്ട്. ഇന്നലെ പ്രതിനിധി യോഗത്തിലും പറഞ്ഞു. സൺഡേ സ്കൂളിലും കുടുംബ പ്രാർത്ഥനകളിലും കുടുംബ സന്ദർശനങ്ങളിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും സിസ്റ്റേഴ്സ് സഹകരിക്കുകയും അവരുടെ സാന്നിധ്യവും അവരുടെ സംഭാവനകളും അവരുടെ കഴിവുകളുമൊക്കെ രൂപതയുടെ വളർച്ചയ്ക്കുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് സമർപ്പിത വർഷമാണ്. ഓരോ ഇടവകയും അവിടുത്തെ സമർപ്പിതരോട് കൂടുതലായിട്ട് എല്ലാ തരത്തിലും അംഗീകാരങ്ങൾ കൊടുക്കുകയും ബന്ധപ്പെടുകയും അവരെ ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കുകയും ചെയ്യേണ്ട കാലഘട്ടം കൂടിയാണ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവവിളികൾ കൂടുതലായിട്ട് ഉണ്ടാകണം. പല രൂപതയ്ക്ക് വേണ്ടി അച്ഛന്മാർ ഇനിയും ഉണ്ടാകണം. ഇപ്പോൾ നമുക്ക് വടകരയച്ഛൻ മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിൻ്റെ ഈ ഇടവകയുടെ പാരമ്പര്യം നമ്മൾ നോക്കുമ്പോൾ ഇനിയും കൂടുതൽ കുട്ടികളെ വൈദിക കലാരൂപതയ്ക്ക് വേണ്ടിയുള്ള വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹവും ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സാമയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.